വരാം. പി. സുനിൽ, ഇപ്പോൾ രണ്ട് കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്തൊരു റിപ്പോർട്ട് അത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തു. അതിലാണ് ഈ 10,99,00,000 എന്ന കണക്ക് കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് നവംബർ മാസത്തിൽ തന്നെ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ PS പ്രശാന്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പക്ഷേ കണക്ക് 4,99,00,000 ഇത് ഏത് കണക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നൊരു പ്രധാന വിഷയമില്ലേ? കണക്കിൽ കളിയോ? കണക്കിൽ കളിയാണ്. പക്ഷെ ആരാണ് കണക്കിൽ കളിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യവും സംശയമൊക്കെ. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ കോടതിയിൽ കൊടുത്ത 2 റിപ്പോർട്ടുകൾ നോക്കാം. അതായത് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 11/2/2026 കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡ് നൽകിയ 2 കോടി രൂപ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. 2 കോടി രൂപ റീക്യൂപ്പ് ചെയ്തിട്ടില്ല. അതേസമയം ഇതേ സ്പെഷ്യൽ കമ്മീഷണർ നേരത്തെ നവംബർ 7-ാം തീയതി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇറക്കിയ ഉത്തരവിൻ്റെ പാരഗ്രാഫ് 2-ൽ പറയുന്നുണ്ട് 3 കോടി രൂപ, അതായത് 5 കോടി രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് നീക്കിവെച്ചത്. അതിൽ 3 കോടി രൂപ ഈ പരിപാടിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അഡ്വാൻസായി നൽകി. ആ 3 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നുവെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ആ ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 കോടി രൂപ ഇനി ഉടൻ വരും എന്നുകൂടി ആ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എങ്ങനെയാണ് 2 റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഊരാളങ്കലിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഊരാളങ്കലാണ് ഈ ഒരു പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചത്. അവർക്കാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നൽകിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിയത് IIIC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. സബ് കോൺട്രാക്ട് കൊടുത്തല്ലേ? അത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിന്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ ഊരാളങ്കലിന്. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള IIIC എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വകുപ്പാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ദേവസ്വം പ്രസിഡന്റിൻ്റെ പേരിൽ ബില്ല് വന്നു, അതുപോലെ ഇങ്ങനെ സർക്കാരിന് ബില്ല് വന്നു എന്നത്. പിന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പരിപാടിക്ക് പിന്നെ ആരാ ബില്ല് കൊടുക്കുക? ആർക്ക് ബില്ല് കൊടുക്കുക? അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറേ വൗച്ചറുകൾ വെച്ചുകൊണ്ട് ഒരു ഈ ഓഡിറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കണക്കിലും വ്യക്തതയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ആരറിഞ്ഞ് ആര് ഹൈക്കോടതി കൊടുത്തു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന് വേണ്ടി ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുമ്പോഴേ ബോർഡിൽ വെച്ചിട്ടില്ല. ബോർഡ് ചർച്ച ചെയ്യണ്ടേ? ദേവസ്വം പ്രസിഡന്റ് അറിയണ്ടേ? പ്രസിഡന്റ് അറിയണം. അപ്പൊ കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ ഇതല്ല കണക്ക്, ഞങ്ങൾക്ക് സമയം തരാൻ പറയാമായിരുന്നല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അതായത് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞ് ബോർഡിൽ വെച്ചതിന് ശേഷം മാത്രമേ ഹൈക്കോടതി കൊടുക്കാൻ പാടുള്ളൂ. ആദ്യ ആരോപണമായി വരേണ്ടത് ഞങ്ങൾ അറിയാതെ ഇതാ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ പ്രതികരണം അല്ല, അതിപ്പോ വേറെ വൈകി കുറെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതെ, ഞാൻ പറയുന്നത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ വിജയൻ അസോസിയേറ്റ്സിൽ നിന്ന് വാങ്ങി അത് സ്വാഭാവികമായും ഈ ഒരു ദേവസ്വം ബോർഡിൽ ചർച്ചയ്ക്ക് വെച്ച് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇത് കോടതിയിൽ എത്തേണ്ടത്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് ദേവസ്വം ബോർഡിനെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെയൊരു റിപ്പോർട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ കുറേ വൗച്ചറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, ദേവസ്വം കമ്മീഷണർ കൃത്യമായിട്ടുള്ള ബില്ലുകളും വൗച്ചറുകളും ഒന്നും ഈ ഒരു വിജയൻ അസോസിയേറ്റ്സിന് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരുപാട് കാലതാമസമെടുക്കും. ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്, വരുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് തന്നെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 4,90,00,000 രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ തന്നെ ഈ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 3 കോടി രൂപ ഇതിനകം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടുള്ള 3 കോടി രൂപ ഇതിനകം തന്നെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു.
ഇനി അവശേഷിക്കുന്ന 2 കോടി രൂപ, 1 കോടി രൂപ ഇപ്പോൾ അദാനിയിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇനി അവശേഷിക്കുന്ന ആകെ 90 ലക്ഷം രൂപയാണ്. അപ്പോൾ 90 ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇനി ഒരു ആലോചനകൾ നടത്തിയാൽ മതി. അതിന് ഇനിയും സ്പോൺസർമാർ പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് പിരിക്കുകയോ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയി ചെയ്താൽ മതി. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ആശയക്കുഴപ്പമാണ്. മാത്രമല്ല ഈ ബില്ലുകൾ കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിലും ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ദേവസ്വം കമ്മീഷണർ കാര്യത്തിൽ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓഡിറ്റിംഗ് ഫേമിന് ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ? അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അത് തെറ്റല്ലേ? ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ ഈ PS പ്രശാന്ത് ഇട്ട പോസ്റ്റിൻ്റെ അകത്ത് 6 കോടി 55 ലക്ഷം രൂപ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ 4 കോടി 75 കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് എത്രയാണ്? 6 കോടി 55 ലക്ഷം പ്ലസ് ടാക്സ് 18% ടാക്സും കൂടെ വരുമ്പോൾ എത്രയാണ്? 7 കോടിക്ക് മേലെ പോകും. അതാണ് ശരിക്കും എസ്റ്റിമേറ്റ്. ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുപോയി യഥാർത്ഥ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എസ്റ്റിമേറ്റ് യഥാർത്ഥ കണക്ക് എത്രയാണ്? 4 കോടി 75 ലക്ഷമാണ്. 99 ലക്ഷം പ്ലസ് ടാക്സും അത് 6.55 പ്ലസ് ടാക്സും 4.75 പ്ലസ് ടാക്സും ആണ്. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ അങ്ങനെയാണോ കൊടുക്കുക? പ്രപ്പോസൽ ആദ്യം കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് പറഞ്ഞ ദേവസ്വം ബോർഡിനെ സ്ഥിരമായി ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ശരിയാവാന്നേ? ഇത് എസ്റ്റിമേറ്റ് തുകയല്ല, എസ്റ്റിമേറ്റ് തുകയല്ല എന്ന് പറയുന്നതിന് കൃത്യമായി ഷെഡ്യൂൾഡ് ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ്, ആക്ച്വൽ ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ് എന്നുള്ളത് കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പാർട്ട് ജെയിൽ അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഇവൻറ്റ്സ് അതിൻ്റെ ഷെഡ്യൂൾഡ് ക്വാണ്ടിറ്റി റേറ്റ് 2 ലക്ഷം പറയുന്നുണ്ട്, ആക്ച്വൽ ക്വാണ്ടിറ്റി റേറ്റ് 8 ലക്ഷം പറയുന്നുണ്ട്. എസ്റ്റിമേഷൻ ആണ് എന്നുള്ളത് ഉത്തമ ബോധ്യത്തിൻ്റെ പേരിൽ പറയുന്നതാണെങ്കിൽ ശരി, അതല്ല എങ്കിൽ അത് ആക്ച്വൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ റേറ്റുമാണ്. അതല്ല, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ കൾച്ചറൽ ഇവൻസിന് വേണ്ടി കൊടുത്തേക്കുന്നത് 8 ലക്ഷവുമല്ല 2 ലക്ഷവുമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് ആരാണ് ഇനി കൊടുക്കേണ്ടത്? ഇത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? അതാണ് ഇതിൽ ഏറ്റവും വലിയ ആശയം. അങ്ങനെ ഒരു ഓഡിറ്റ് അതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? നവംബർ 14 കൊടുത്തിരിക്കുന്ന ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ദേവസ്വം ബോർഡ് വാസ് ഡയറക്റ്റഡ് ടു ഫർണിഷ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു സ്പെഷ്യൽ കമ്മീഷണർ. അതായത് ദേവസ്വം ബോർഡാണ് കണക്ക് കൊടുക്കേണ്ടത്. ദേവസ്വം ബോർഡാണ് ആരാ കൊടുക്കുന്നത്? ദേവസ്വം കമ്മീഷണറാണ്. ആ ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4 ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് എവിടെ? ഈ ഓഡിറ്റ് ചെയ്ത ശേഷം ദേവസ്വം കമ്മീഷണർ ആണ് കൊടുക്കേണ്ടത്. 45 ദിവസം. അതാണ് ചോദ്യം. ആ ദേവസ്വം കമ്മീഷണർ കൊടുത്ത 11/4 ഹൈക്കോടതിയിൽ തന്നെ നേരിട്ട് കൊടുത്ത കടലാസാണ് 4 കോടി 99. അതായത് ഈ ജയശങ്കർ പറയുന്നത് ഹൈക്കോടതി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് തരണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഹൈക്കോടതിക്ക് കൊടുത്ത കാര്യമല്ല പറയുന്നത്, എനിക്ക് തരണമെന്ന്, സ്പെഷ്യൽ കമ്മീഷണർക്ക് തരണമെന്ന് കോടതി നിർദ്ദേശിച്ച നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തരേണ്ടതാണ് 45 ദിവസത്തിനകം ഓഡിറ്റഡ് അക്കൗണ്ട്. ആര്? ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡിനെ അധികരിച്ച് ദേവസ്വം കമ്മീഷണർ എനിക്ക് തരേണ്ട കണക്കനുസരിച്ച് എനിക്ക് തന്നതിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്. ഒരു മിനിറ്റ് അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാക്കിയതാണ്. ഇതാ സംഭവിച്ചത്. ആദ്യം പറഞ്ഞ എന്താ? ആദ്യം ആക്ച്വൽസ് എന്ന് പറഞ്ഞ അതല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. അങ്ങനെയല്ലേ നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞിട്ടാണോ? ആണ്. പരിപാടി കഴിഞ്ഞിട്ടാണല്ലോ. വയനാട്ടിൽ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതിന് മുൻപാണ്. അപ്പൊ അവിടെ എസ്റ്റിമേഷൻ ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് എന്തിനാണ് എസ്റ്റിമേഷൻ കൊണ്ട് കൊടുക്കുന്നത്? 4-ാം തീയതി കൊടുത്തതല്ല ഈ വിജയൻ അസോസിയേറ്റ്. അവിടെയാണ് ഈ അബദ്ധം വരുന്നത്. നോക്കൂ, 4/11 കൊടുത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് 4 കോടി 99 ലക്ഷം. എന്റെ സംശയമേ ഉള്ളൂ, ആ റിപ്പോർട്ട് ഹൈക്കോടതിയിലിരിക്കെ, അല്ലല്ല, ആ കണക്ക് നിലവിൽ ഹൈക്കോടതിയിലിരിക്കെ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് 10 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് ഒരു ഓഡിറ്റ് തയ്യാറാക്കുക?
ആരാണ് വിജയൻ അസോസിയേറ്റിന് ഈ കണക്കുകൾ കൊടുത്തത്? വിജയൻ അസോസിയേറ്റിന് ആരാണ് ദേവസ്വം ബോർഡ് അല്ല കണക്ക് കൊടുത്തത്. ദേവസ്വം ബോർഡ് അല്ല കണക്ക് കൊടുത്തത്. വിജയൻ ദേവസ്വം ബോർഡ് അല്ല. ആരെ ഏൽപ്പിച്ചത്? വിജയൻ അസോസിയേറ്റ്സ് ദേവസ്വം ബോർഡിന്റെ തന്നെയാണ്. ദേവസ്വം ബോർഡ് ഡിസോൾവ് ചെയ്യാണ്. ഊരാളുങ്കലിനെ ഏൽപ്പിച്ചാരാ? ദേവസ്വം ബോർഡ്. ഊരാളുങ്കലിനെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടില്ലെന്ന്. ഒരു മിനിറ്റ്. ദേവസ്വം ബോർഡ് ഊരാളുങ്കലിനെ ഏൽപ്പിച്ചപ്പം ആഹാ, ദേവസ്വം ബോർഡ് വിജയൻ അസോസിയേറ്റ്സിനെ ഏൽപ്പിച്ചപ്പം ഓഹോ. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിരിക്കുന്നത് ആരാ? ഊരാളുങ്കലാണോ? ആണോ? അല്ല. ട്രിപ്പിൾ ഐ സി ആണോ? ആരാ ഒപ്പുവെച്ചേക്കുന്നത്? ട്രിപ്പിൾ ഐ സി ആണ്. ഈ ട്രിപ്പിൾ ഐ സി ആരുടെ സ്ഥാപനം? അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ ഡോക്ടർ അരുൺകുമാറിനെ വിശ്വസിക്കുന്നില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാപനമാണല്ലോ ഇത്. സർക്കാർ നടത്തണമെന്നല്ലോ കോടതി പറഞ്ഞത്, ബോർഡ് നടത്തണമെന്നല്ലേ. പിന്നെ സർക്കാർ അവിടെ പോയി നടത്തിയത് എന്താണ്? ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള, ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ ദേവസ്വം വകുപ്പിന്റെ പരിപാടി നടത്തേണ്ടത്. ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടി സർക്കാരിന്റെ തന്നെ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രിപ്പിൾ ഐ സി ഏൽപ്പിക്കുന്നു. ട്രിപ്പിൾ ഐ സിയും ഊരാളുങ്കലും തമ്മിൽ എന്താ ബന്ധം? ട്രിപ്പിൾ ഐ സിയെ മാനേജ് ചെയ്യുന്നത് മാത്രമാണ് ഊരാളുങ്കൽ. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം ഊരാളുങ്കൽ കൊടുത്തു എന്നല്ല, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ IIC-ക്ക് കൊടുത്തു. അതിന് ടെൻഡറിന്റെ ആവശ്യമുണ്ടോ? ടെൻഡറിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ജയകുമാറാ. ഞാൻ ജയകുമാറിനെ പറയുന്നത്, താങ്കളെ ഞാൻ ജയകുമാറിനെ ഉദ്ധരിക്കുകയാണ്. ജയകുമാറിനെ ഉദ്ധരിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിന്റെ കൂടുതൽ ധാരണയുള്ള ആളെന്ന് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗവൺമെന്റിന്റെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ട്രിപ്പിൾ IC-ക്ക് ഒരു ടെൻഡറിന്റെ ആവശ്യമില്ല. എന്താണ് ഊരാളുകൾ എന്ന് പ്രചരിപ്പിക്കുന്നത്? ആ IIC-യെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദാനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. എയർപോർട്ട് അദാനിയുടേതാണെന്ന് പറയാൻ കഴിയില്ല. സമാനമായ രീതിയിലാണ് ട്രിപ്പിൾ IC-യെ ഊരാളുകൾ മാനേജ് ചെയ്യുന്നത്. ഇതാണ് വലിയ തെറ്റിദ്ധാരണ. ഊരാളുകളിന് ലേബർ കോൺട്രാക്റ്റ് ഇല്ലാതെ കൊടുത്തു, ഊരാളുകളിന് കോൺട്രാക്റ്റ് ഇല്ലാതെ കൊടുത്തു. നമുക്ക് വരാം കൂടുതൽ വിഷയങ്ങളിലേക്ക്. വാദം കഴിഞ്ഞോ? ഞാൻ കൺക്ലൂഡ് ചെയ്തില്ല. അതായത് ഈ വിഷയത്തിൽ നിങ്ങൾ കുറേ സമയം എടുത്തു പോയി. അപ്പം ഈ വിഷയത്തിൽ കണക്കിൽ കളിയാണെന്നാണ് എൻ്റെ ഇവിടെ ചോദിച്ചെങ്കിൽ, കണക്കിലെ കളി കളിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്തണം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, വലിയ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇത്രയും ദിവസത്തിനകത്ത് കണക്കുകൾ 45 ദിവസത്തിനകത്ത് തയ്യാറാകേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ അതിനും ഹൈക്കോടതി സമയം നീട്ടി നൽകിയിട്ട് പോലും അതിന് കൂടുതൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വിജയൻ അസോസിയേറ്റ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബ്ലണ്ടറാണ്, പൂർണ്ണ ബ്ലണ്ടറാണ്. ഇത്രയും കാലം ദേവസ്വം ബോർഡിന് വേണ്ടി ആ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടല്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടല്ല. അവിടെ നന്ദഗോവിന്ദം ഭജൻസ് വന്നിട്ടില്ലല്ലോ. നന്ദഗോവിന്ദം ഭജൻസിന്റെ വിവരങ്ങൾ ഊരാളുങ്കലിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഇത് എവിടെയാ? ഈ ഡോക്യുമെന്റ് എവിടെയാണ്? എവിടെ? ആകാശത്തിൽ ഉണ്ടാക്കിയാണോ? സ്മൃതി ഇപ്പൊ കുഴങ്ങും. നിങ്ങൾ ഈ എല്ലാ കാര്യത്തിനും ഒന്നാമത്തെ കാര്യം നന്ദഗോവിന്ദം ഭജൻസ് വന്നിട്ടില്ലല്ലോ. അതല്ലേ പറഞ്ഞ ഈ റിപ്പോർട്ട് ഉടായിപ്പാണെന്ന്. എന്ത് ഈ മനസ്സിലാവില്ല. ദേവസ്വം ബോർഡ് നേരിട്ട് ഏൽപ്പിച്ചതാണ്. അവരെയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്. അവരെ ദേവസ്വം ബോർഡ് നേരിട്ട് ഏൽപ്പിച്ച ഒരു ഓഡിറ്റർ ദേവസ്വം ബോർഡ് അറിയാതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ പറയുന്ന ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ മന്ത്രി VN വാസവൻ. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. വിജയൻ അസോസിയേറ്റ്സ് ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിജയൻ അസോസിയേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു കള്ളത്തരം ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവിടെ ഒരു ലാബ്സ് സംഭവിച്ചിട്ടുണ്ട്. PSL പറഞ്ഞതുപോലെ ആ ലാബ്സ് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇടവേള എടുത്തു. അതായത് കണക്കുകൾ കിട്ടാണ്ട് എസ്റ്റിമേറ്റ് വെച്ചിട്ട് പ്രത്യേക സംവിധാനത്തിൽ ഇത് മാത്രം നോക്കിയെന്ന്. ഇതാ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ബലൂൺ പോലെ പൊട്ടുന്നത് മാത്രമാണ് സ്മൃതി. ഇത് ആദ്യത്തെ പൊളിഞ്ഞേ ടെൻഡറിന്റെ കാര്യം, IIC-യുടെ കാര്യം പൊളിഞ്ഞെന്ന് ജയകുമാറിനോട് പറയൂ. മനസ്സിലാക്കണേ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് K. ജയകുമാറിനെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സംസ്ഥാനം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിവുള്ള, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന
അരച്ചു മുൻ കലക്കി ദേവസ്വം കുടിച്ച ബോർഡ് വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് അവിടുത്തെ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. ശ്രുതി. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. അതെ, ഊരാളുങ്ങളിൽ കോൺട്രാക്ട് കൊടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഊരാളുങ്ങളിൽ പോലും ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ കഴിയും. അത് അക്രഡിറ്റഡ് ഇന്നലെ വരെ ഇല്ലാത്ത ഊരാളുങ്കലിനെതിരെയുള്ള വാദം മാറി, ഇപ്പൊ വേഗം മാറി ട്രിപ്പിൾ എസ്. അതല്ലേ വസ്തുത. അല്ല, വസ്തുത ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നായപ്പോഴേക്കും പുതിയ എല്ലാവർക്കും വസ്തുതയായിട്ട് വസ്തുത വന്നിരിക്കുകയാണ്. ഉണ്ടായിരുന്നല്ലോ. ഒരു simple കാര്യം ചോദിക്കട്ടെ? കോടതിയിൽ ഒരു simple ഉത്തരവ് കാര്യം. ആഗോള വസ്തുതയില്ലായിരുന്നു. അയ്യപ്പ സംഗമം ഊരാളുകൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് ആഗോള അയ്യപ്പ സംഗമം ഊരാളുകൾ നടത്തിയിട്ടുണ്ടോ? ഊരാളുങ്കലിനെ ഏൽപ്പിച്ചെന്നാണല്ലോ CPM എവിടെ? ഊരാളുങ്ങൾ എവിടെ? ക്രെഡിബിളായ സംവിധാനമാണ് ഇന്നലത്തെ ചർച്ചയിലൂടെ ക്രെഡിബിളായ സംവിധാനമൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവർക്ക് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മേൽനോട്ടം മാത്രമേ മേൽനോട്ടം മാത്രം. അതെ, മേലെ നിന്ന് നോക്കിയാൽ മതി ഇങ്ങനെ എന്ത് താഴേക്ക്. സ്മൃതി, നിങ്ങൾ ഇങ്ങനെ ഈ വസ്തുതയുടെ മേൽ പുച്ഛിച്ച് തള്ളുന്നത്? ശരി, ഒന്നുമില്ല. അല്ല, ഞാൻ രണ്ട് ചോദ്യം എനിക്ക് മേൽനോട്ടത്തിന് ഉത്തരവാദിത്തം എന്തൊക്കെയാ വരിക? അല്ല, ഒറ്റ ചോദ്യം. മേൽനോട്ടത്തിന് എന്തൊക്കെയാ ഉത്തരവാദിത്തം വരിക എന്ന് കേൾക്കൂ, പറയൂ. കേൾക്കൂ. അത് നിങ്ങൾ ഉദ്ദേശിച്ച മേൽനോട്ടം അല്ല, എന്ത് മേൽനോട്ടമായാലും അതൊരു മേൽനോട്ടത്തിന് മേൽനോട്ടത്തിന് എന്താണ് ഉത്തരവാദിത്തം? പറയൂ. എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഇവരാണ്. ഏത് അവരുടെ പ്രവർത്തനങ്ങളിൽ. കാരണം അതൊരു തുടങ്ങി വരുന്ന ഒരു സ്ഥാപനമാണ്, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യലല്ല. എനിക്കൊന്നു സ്കിൽ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. അതിൻ്റെ ഹ്യൂമൻ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എവിടെയാണ് ഊരാളുങ്കൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരിടത്ത് ഒപ്പുവെച്ചിട്ടുണ്ടോ? അതായത് ഇതിൻ്റെ ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായിട്ട് ധാരണയിലെത്തിയത് ഊരാളുങ്കലാണോ? മെമ്മോറാണ്ടം ഒപ്പുവെച്ചിരിക്കുന്നത് ഊരാളുങ്കലാണോ? കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണോ? കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്ന ഊരാളുങ്കലാണോ? ഇതൊന്നും ഊരാളുങ്കലല്ല. ക്ലിയർ? ഇടവേള. അല്ല, പക്ഷെ ഇന്നലെ വരെ CPM നേതാക്കൾ ഊരാളുങ്ങളിൽ എത്രത്തോളം ക്രെഡിബിൾ ആണെന്നാ പറഞ്ഞോട്ടെ. ഇന്നായപ്പോഴേക്കും അത് മാറി. ശരി, മാറ്റിക്കോളൂ. Meet the editors.